ഒന്ന് ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം. യഹൂദയുടെ പുത്രന്മാർ പേരസ്, ഹെസ്രോൻ, കർമ്മി, ഹൂർ, ഷോബാൽ. ഷോബാലിൻ്റെ മകനായ രയയാവ് യഹത്തിനെ ജനിപ്പിച്ചു. യഹത്ത് അഹൂമായിയെയും ലാഹദിനെയും ജനിപ്പിച്ചു. ഇവർ സോരത്യരുടെ കുലങ്ങൾ. ഏതാമിൻ്റെ അപ്പനിൽ നിന്നുത്ഭവിച്ചവർ ഇവർ. ഇസ്രായേൽ, ഇഷ്മ, ഇദ്ബാഷ്. അവരുടെ സഹോദരിക്ക് ഹസലോൽപനി എന്നു പേർ. പെനുവേൽ കെദോരിൻ്റെ അപ്പനും ഏസർ ഹൂഷയുടെ അപ്പനുമായിരുന്നു. ഇവർ ബത്ലഹേമിൻ്റെ അപ്പനായ എഫ്രാത്തയുടെ ആദ്യജാതനായ ഹൂരിൻ്റെ പുത്രന്മാർ. തെക്കോവയുടെ അപ്പനായ അഷ്ഹൂരിന് ഹേല, നയര എന്ന 2 ഭാര്യമാരുണ്ടായിരുന്നു. നയര അവന് അഹുസാം, ഹേഫർ, തേമനി, ഹായഹസ്താരി എന്നിവരെ പ്രസവിച്ചു. ഇവർ നയരയുടെ പുത്രന്മാർ. ഹേലയുടെ പുത്രന്മാർ സേരത്ത്, യസോഹർ, എത്നാൻ, കോസ്, ആനൂവിനെയും സെബോബയെയും ആരൂമിൻ്റെ മകനായ അഗർഹേലിൻ്റെ കുലങ്ങളെയും ജനിപ്പിച്ചു. യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവൻ്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചെന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. യബ്ബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിൻ്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ഷൂഹയുടെ സഹോദരനായ കെലൂബ് മെഹീരീമിനെ ജനിപ്പിച്ചു. ഇവൻ എസ്തോൻ്റെ അപ്പൻ. എസ്തോൻ ബേത്ത് രാഫയെയും പാസേഹയെയും നഹാസിൻ്റെ അപ്പനായ തെഹിനയെയും ജനിപ്പിച്ചു. ഇവർ രേഖ നിവാസികളാകുന്നു. കെനസിൻ്റെ പുത്രന്മാർ ഉത്നിയേൽ, സെരയാവ്. ഉത്നിയേലിൻ്റെ പുത്രന്മാർ ഹദത്ത്, മെയോനോദായി ഒഫ്രയെ ജനിപ്പിച്ചു. സെരയാവ് ഹരാഷീമിൻ്റെ അപ്പനായ യോബാവിനെ ജനിപ്പിച്ചു. അവർ കൗശലപ്പണിക്കാരായിരുന്നുവല്ലോ. യെഫുന്നയുടെ മകനായ കാലേബിൻ്റെ പുത്രന്മാർ ഈരു, ഏല, ന്യായം. ഏലയുടെ പുത്രന്മാർ കെനസ്. യഹലലേലിൻ്റെ പുത്രന്മാർ സീഫ്, സീഫ, തീർയ, അസരയേൽ. എസ്രയുടെ പുത്രന്മാർ ഏദർ, മെരേദ്, ഏഫർ, യാലോൻ എന്നിവരായിരുന്നു. അവൾ മിര്യാമിനെയും ഷമ്മയെയും എസ്തമോവയുടെ അപ്പനായ ഇഷ്ബഹിനെയും പ്രസവിച്ചു. അവൻ്റെ ഭാര്യയായ യഹൂദിയ ഗെദോറിൻ്റെ അപ്പനായ യോരദിനെയും സെഗോവിൻ്റെ അപ്പനായ ഹേബരിനെയും സനോഹയുടെ അപ്പനായ യഖൂദിലിയേലിനെയും പ്രസവിച്ചു. ഇവരാകുന്നു മേരത് പരിഗ്രഹിച്ച ഫറവോൻ്റെ മകളായ പിദ്യയുടെ പുത്രന്മാർ. നഹമിൻ്റെ സഹോദരിയും ഹോദിയാവിൻ്റെ ഭാര്യയുമായവളുടെ പുത്രന്മാർ ഗർമ്മ്യനായ കെയീലയുടെ അപ്പനും മയഗത്യനായ എസ്തമോവയും തന്നെ. ഷീമോൻ്റെ പുത്രന്മാർ അമ്നോൻ, റിന്ന, ബെൻ ഹനാൻ, തീലോൻ. ഇഷ്യയുടെ പുത്രന്മാർ സോഹത്ത്, ബെൻ സോഹത്ത്. യഹൂദയുടെ മകനായ ഷേലയുടെ പുത്രന്മാർ ലേഖയുടെ അപ്പനായ ഏരും മരേഷയുടെ അപ്പനായ ലതയും. പേത്ത് അശ്ബയേൽ ശണപടം നെയ്യുന്ന കൈത്തൊഴിൽക്കാരുടെ കുലങ്ങളും. യോക്കീമും കോസേബ നിവാസികളും. മോവാബിൽ അധികാരമുണ്ടായിരുന്ന യോവാഷ്, സാരാഫ് എന്നിവരും. യാശൂബി, ലേഹമൻ തന്നെ. ഇവ പുരാണ വൃത്താന്തങ്ങളല്ലോ. ഇവർ നെതായിമിലും ഗദേരയിലും പാർത്ത കുശവന്മാരായിരുന്നു. അവർ രാജാവിനോടുകൂടെ അവൻ്റെ വേല ചെയ്യുവാൻ അവിടെ പാർത്തു. ഷിമയോൻ്റെ പുത്രന്മാർ നെബുവേൽ, യാമീൻ, യാരീബ്, സേരഹ്, ഷൗല്. അവൻ്റെ മകൻ ഷല്ലൂം, അവൻ്റെ മകൻ മിബ്ഷാം, അവൻ്റെ മകൻ മിഷ്മ. മിഷ്മയുടെ പുത്രന്മാർ അവൻ്റെ മകൻ ഹമ്മുവേൽ, അവൻ്റെ മകൻ സക്കൂർ, അവൻ്റെ മകൻ ഷിമയി. ഷിമയിക്ക് 16 പുത്രന്മാരും 6 പുത്രിമാരും ഉണ്ടായിരുന്നു. എങ്കിലും അവൻ്റെ സഹോദരന്മാർക്ക് അധികം മക്കളില്ലായികയാൽ അവരുടെ കുലമെല്ലാം യഹൂദ മക്കളോളം വർദ്ധിച്ചില്ല. അവർ ബർഷേബയിലും മോലാദയിലും ഹസർ ഷൂവാലിലും പിൽഖയിലും ഏസമിലും തോലാദിലും ബെതുവേലിലും ഹൊർമയിലും സിക്ലാഗിലും ബേത്ത് മർക്കാബോത്തിലും ഹസർ സൂസിമിലും ബേത്ത് ബിരിയിലും ഷൈരീനിമിലും പാർത്തു. ഇവ ദാവീദിൻ്റെ വാഴ്ച വരെ അവരുടെ പട്ടണങ്ങളായിരുന്നു. അവരുടെ ഗ്രാമങ്ങൾ ഏതാം, അയീൻ, റിമ്മോൻ, തോഗൻ, ആശാൻ, ഇങ്ങനെ 5 പട്ടണവും. ഈ പട്ടണങ്ങളുടെ ചുറ്റും ബാൽ വരെ അവയ്ക്കുള്ള സകല ഗ്രാമങ്ങളും തന്നെ. ഇവ അവരുടെ വാസസ്ഥലങ്ങൾ. അവർക്ക് സ്വന്തം വംശാവലിയും ഉണ്ടായിരുന്നു. മെഷോബാബ്, യംളേക്ക്, അമസ്യാവിൻ്റെ മകനായ യോശ, യോവേൽ, അസിയലിൻ്റെ മകനായ സെരയാവിൻ്റെ മകനായ യോഷിബാവിൻ്റെ മകനായ യേഹു, എല്യവനായി, യയഖോബ, യശോഹായാവ്, അസയാവ്, അദിയേൽ, എസീമിയേൽ, ബെനയാവ്, ചെമയാവിൻ്റെ മകനായ ഷിമ്രിയുടെ മകനായ യദയാവിൻ്റെ മകനായ അല്ലോൻ്റെ മകനായ ഷിഫിയുടെ മകനായ സീസ,
പേർ വിവരം പറഞ്ഞിരിക്കുന്ന ഇവർ തങ്ങളുടെ കുലങ്ങളിൽ പ്രഭുക്കന്മാരായിരുന്നു. അവരുടെ പൃഥുഭവനങ്ങൾ ഏറ്റവും വർദ്ധിച്ചിരുന്നു. അവർ തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങൾക്ക് മേച്ചൽ തിരിയേണ്ടതിന് ഗദേർ പ്രവേശനത്തോളം താഴ്വരയുടെ കിഴക്കുവശം വരെ യാത്ര ചെയ്തു. അവർ പുഷ്ടിയുള്ളതും നല്ലതുമായ മേച്ചൽ കണ്ടെത്തി. ദേശം വിസ്താരവും സ്വസ്ഥതയും സമാധാനവും ഉള്ളതായിരുന്നു. അവിടുത്തെ പൂർവ്വ നിവാസികൾ ഹാം വംശക്കാരായിരുന്നു. പേർ വിവരം എഴുതിയിരിക്കുന്ന ഇവർ യഹൂദ്യ രാജാവായ യെഹിസ്കിയാവിൻ്റെ കാലത്ത് അവിടെ ചെന്ന് അവരുടെ കൂടാരങ്ങളെയും അവിടെ ഉണ്ടായിരുന്ന മെയ്യൂന്യരെയും ആക്രമിച്ചു. ഇന്നുവരെ അവർക്ക് നിർമൂലനാശം വരുത്തുകയും അവിടെ തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങൾക്ക് മേച്ചലുള്ളതുകൊണ്ട് അവർക്ക് പകരം പാർക്കുകയും ചെയ്തു. ശിമെയോന്യരായ ഇവരിൽ 500 പേർ ഇഷ്യുടെ പുത്രന്മാരായ പെലത്യാവ്, നെരയ്യാവ്, രഫയാവ്, ഉസ്സിയേൽ എന്നീ തലവന്മാരോടുകൂടെ സെയീർ പർവ്വതത്തിലേക്ക് യാത്ര ചെയ്തു. അവർ അമാലേക്കിൽ ചാടിപ്പോരുന്ന ശിഷ്ടജനത്തെ വെട്ടിക്കൊന്ന് ഇന്നുവരെ അവിടെ പാർക്കുന്നു.